തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധി പൂട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുഴിവെട്ടിയ രാഹുൽ ഗാന്ധി ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ ആ കുഴിയിലിട്ട് കമ്മീഷനെ മൂടുകയും ചെയ്തു. വോട്ട് ചോരി ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെളിവുകൾ നിർത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പഴുതടച്ച വാർത്താ സമ്മേളനമാണ് നടത്തിയത്. ഡൽഹിയിലെ പുതിയ കോൺഗ്രസ് സ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് വീണ്ടും ആരോപണം ഉയർത്തിയത്. വോട്ട് കൊള്ള നടത്തുന്നവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി വോട്ട് ചോരി നടന്നുവെന്നതിന് 101% തെളിവുണ്ടെന്ന് പറയുകയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണമാണ് വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ഹൈഡ്രജൻ ബോംബല്ല, അത് വരുന്നതേയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരുടെ എണ്ണവും വിവരങ്ങളും വാർത്താ സമ്മേളന വേദിയിൽ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിക്കുകയും പേര് വെട്ടിയ വോട്ടർമാരെ വാർത്താ സമ്മേളനത്തിൽ വേദിയിൽ ഹാജരാക്കുകയും ചെയ്തു. കർണാടകയിലെ അലൻ മണ്ഡലത്തിൽ നിന്ന് 6018 വോട്ടർമാരെ നീക്കം ചെയ്തതായി രാഹുൽ ഗാന്ധി അറിയിച്ചു. ഡിലീറ്റ് ചെയ്ത മൊത്തം വോട്ടുകളുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോൾ അറിയില്ലെന്നും എന്നാൽ അത് 6018-നേക്കാളും കൂടുതലായിരിക്കുമെന്നും ഉറപ്പാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരെ ആസൂത്രിതമായി നീക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബൂത്തിലെ ആദ്യ സീരിയൽ നമ്പർ ഉപയോഗിച്ച് വോട്ട് ഡിലീറ്റ് ചെയ്യുന്നു. കർണാടകത്തിന് പുറത്തു നിന്നുള്ള കോൾ സെന്ററുകൾ വഴിയാണ് വോട്ടുകൾ ഒഴിവാക്കുന്നത്. ഇതിന് ജ്ഞാനേഷ് കുമാർ മറുപടി പറയണം. കർണാടക പോലീസ് കേസെടുത്തു. വിവരങ്ങൾ തേടി സർക്കാർ 18 കത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. എന്നാൽ വിവരങ്ങൾ നൽകാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല. OTP വിവരങ്ങളുടേതടക്കം വിശദാംശങ്ങൾ തേടിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തെളിവുകൾ രാജ്യത്തിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പൊതുജനമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു.